2019-ലും 24-ലും കേരള രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കരുത്താർന്ന വിജയം സമ്മാനിച്ച ഒരു മണ്ഡലം വയനാട് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം 2019-ൽ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം വയനാടിൻ്റെ മുഖമായി വയനാടിൻ്റെ MP ആയി വിജയിച്ചു വന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയായിരുന്നു. ആ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെ കനലൊരു തരിമതി എന്ന മുദ്രാവാക്യത്തിലേക്ക് ഒതുക്കി നിർത്തുന്ന തരത്തിലേക്കായിരുന്നു കോൺഗ്രസിൻ്റെ വിജയം. ആ വിജയം 2024 ആയപ്പോഴും രാഹുൽ ഗാന്ധിക്കുണ്ടായി. ഒരു പക്ഷേ റായ്ബ്രേലിയിലും അദ്ദേഹത്തിന് വിജയമുണ്ടായി. രണ്ടിടങ്ങളിലും 3.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. എന്നിരുന്നാലും ഇവിടെ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വയനാട് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന ഇടം, ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഇടം. ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുതുന്ന കാലത്ത് 7 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് പോയത്. അന്ന് വയനാട്ടിലെ മാത്രം MP ആയിരുന്ന രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ വയനാട്ടിലും റായ്ബ്രേലിയിലും മത്സരിച്ചപ്പോൾ വയനാടുകാർ രാഹുൽ ഗാന്ധിക്ക് നൽകിയതാകട്ടെ 6,47,445 വോട്ട്. അതായത് 2019-ൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 64.67% വോട്ടുകളാണ് എങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിക്ക് ആ കാലത്ത് ദേശീയ തലത്തിൽ വലിയ സ്വീകാര്യത ഇല്ലായിരുന്നു എന്നുള്ളത് പരിഗണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കുറഞ്ഞത്. ആ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ 67,000 വോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് BJPയിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് 2019-ൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ 7% വോട്ടുകൾ മാത്രം BJPക്ക് ലഭിച്ചുവെങ്കിൽ 2024-ൽ സംസ്ഥാന നേതാവായ K. സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 13% വോട്ടായി അത് വർദ്ധിച്ചു. ആ വർധനവെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായി ലഭിച്ചതാണ്. അത്തരത്തിൽ 67,000 വോട്ടിൻ്റെ കുറവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അതീവമായി ഞെട്ടിത്തരിക്കേണ്ടതായുണ്ട്. ആ ഞെട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് അവർ കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തിയേ മതിയാകൂ. കാരണം അതിൽ ഒന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബ്രേലിയിലും വിജയിച്ചപ്പോൾ ഇത് രാഹുലിൻ്റെ തന്ത്രമായിരുന്നുവെന്നും വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചുവെന്നും അദ്ദേഹം റായ്ബ്രേലിയുടെ MP ആയി മാത്രം നിന്നുകൊണ്ട് വയനാടിനെ ഉപേക്ഷിച്ചപ്പോൾ അതെല്ലാം രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗപ്പെടുത്തുവാൻ BJP ശ്രമിച്ചപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും രാത്രികളുടെ മാത്രം കണക്കിൽ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ മനോഹരമായ ചില വാക്കുകളും, എനിക്ക് പകരം ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന വയനാട്ടിലേക്ക് എൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ഞാൻ അയക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ അവൾക്ക് ഇടം നൽകണമെന്ന്. കുറേ ചർച്ചകൾക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി അത് സമ്മതിക്കുന്നു. സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് എത്തുന്നു. ആദ്യത്തെ കന്നി മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വയനാടിൻ്റെ ഹൃദയത്തിൽ മത്സരിച്ച് വിജയിച്ചു വരുവാൻ തന്നെ അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും തെക്കേ ഇന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും ശക്തിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുക്കാമെന്ന തീരുമാനമെടുക്കുന്നു. ഇവിടെ പ്രിയങ്ക ഗാന്ധി ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും അവരുടെ കന്നി മത്സരമാണ്. ആ കന്നി മത്സരത്തിൽ രാഹുൽ ഗാന്ധിക്ക് 2019-ൽ ലഭിച്ചതിനേക്കാൾ ഒരോട്ടെങ്കിലും കൂടുതൽ നേടിക്കൊടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യകതയാണ്. കോൺഗ്രസിന് അത് ചെയ്തേ മതിയാകൂ. ഇല്ല എങ്കിൽ പരാജയം വന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായുണ്ട്. കോൺഗ്രസ് സംസ്ഥാനത്തെ പല ജില്ലകളിലും BJPയിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ഒഴുകുമ്പോൾ വയനാടിൻ്റെ അടിത്തട്ടിപ്പോഴും വയനാടിൻ്റെ ഹൃദയം എപ്പോഴും കോൺഗ്രസിനൊപ്പമാണെന്ന് വിശ്വസിക്കുന്ന T. സിദ്ദിഖ് അടക്കമുള്ള വയനാട്ടിലെ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ഇത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു കൂടുതലെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് വാങ്ങിക്കൊടുത്തേ മതിയാകും. രാഹുൽ ഗാന്ധിയോളം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരല്പം കൂടുതൽ സ്നേഹം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട്. അവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 570 ബൂത്തുകളുള്ള വയനാട്ടിലെ ഓരോ ബൂത്തിലും ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നിലവിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. എന്തായാലും അവിടെ സീറ്റ് ലഭിച്ചിട്ടുള്ള CPIയും BJPയും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുമെന്നത്
നിസ്സംശയം പറയുവാൻ സാധിക്കും. മഹാരാഷ്ട്രയിലെയും ഛത്തീസ്ഗഡിലെയും തെരഞ്ഞെടുപ്പ് നവംബറിലും ഡിസംബറിലും നടക്കുവാൻ പോകുമ്പോൾ അതേ കാലയളവിൽ അതേ സമയത്ത് തന്നെയായിരിക്കും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. ആ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും വയനാട്ടിൽ നിന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നും ആവേശം വർദ്ധിപ്പിക്കണമെന്നുമുള്ള തീരുമാനത്തിന് പുറത്ത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സജീവമായി പ്രവർത്തിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും. എന്തായാലും രാഷ്ട്രീയ പോരാട്ടം മുറുകുമ്പോൾ 67,000-ൽ പരം വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്ന കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ ആ കണക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്.